ഓണം സദ്യ ഉണ്ടാക്കുമ്പം അവിയലില്ലാതെ എന്താ അല്ലേ? അപ്പോൾ അവിയൽ എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലാണ് കേട്ടോ. അപ്പോൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ ഒരേ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് വേണം നമ്മൾ മുറിച്ചെടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ചേന ഇട്ട് കൊടുക്കുക കേട്ടോ. അടിയിലായിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു മുരിങ്ങാക്കോലും അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റ്, അതിൻ്റെ മുകളിലായിട്ട് പയറ്, അതുപോലെ തന്നെ പച്ചക്കായ, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് എരിവുള്ള മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക, നല്ല കറിവേപ്പിലയും കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് ചെറിയ ഉള്ളി ഇതുപോലെ ഇങ്ങനെ നീളത്തിലരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിലോട്ടുള്ള അരപ്പാണ് തേങ്ങ കുറച്ച് കൂടുതൽ വേണം, നല്ല ജീരകം വേണം, നല്ല കാന്താരി മുളകാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. കാന്താരി മുളക് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഈ അരപ്പുണ്ടാക്കിയിട്ട് ഒരു അവിയലുണ്ടാക്കി വെക്കേണ്ടി അടിപൊളി ടേസ്റ്റാണ്. ആവശ്യത്തിനുള്ള നല്ല പുളിയുള്ള തൈരും ഇതുപോലെ കറിവേപ്പില അതിൻ്റെ മുകളിൽ തൂകി 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കട്ടോ. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ ഈ ഒരു അരപ്പൊക്കെ ഇട്ടെടുത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തോട്ടും ആ തേങ്ങയും തൈരൊക്കെ എത്തുന്ന രീതിയിൽ കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ ഒരു പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ ഒന്നും കൂടി തിളപ്പിച്ച്, അപ്പോൾ ഈ ഒരു സമയത്തുള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഈ ഒരു ഓണത്തിന് ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഫോളോ ചെയ്യാനും മറക്കണ്ട. ഓക്കെ.